ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പതിവിലും താമസിച്ചാണ് എണീറ്റത്. രാവിലെ ആയപ്പോഴത്തേക്ക് പുട്ടുണ്ടാക്കാൻ മാവോടിയില്ല. ഗോതമ്പ് മാവുണ്ട്, പക്ഷേ തിങ്കളിനും ഗോതമ്പ് പുട്ട് വലിയ ഇഷ്ടമല്ല, എനിക്കും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് വിചാരിച്ചു പുട്ടുപൊടി മേടിക്കാനായിട്ട് കടയിൽ പോകാമെന്ന്. കട വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു മിനിറ്റ് നടന്നാൽ മതി. കടയിൽ ഞങ്ങൾ ചെന്നപ്പോൾ കടയിൽ ആളില്ലായിരുന്നു. ആൻറ്റി നമ്മളൊരു 5-6 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ആൻറ്റി വന്നത്. ഈ കട ഇവിടുത്തെ ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ്. ഈ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ കടയിലില്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണല്ലോ ഈ പുട്ടുപൊടി ഉണ്ടാക്കേണ്ട വിധം. എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് പുട്ടുപൊടി ഇട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. ചേട്ടൻ പുട്ടിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കില്ല, അതുകൊണ്ട് ചേട്ടന് വേണ്ടി ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെയൊക്കെ ഇട്ടൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി. അപ്പോഴത്തേക്ക് പുട്ടിരുന്ന് വേവുന്നുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് ബീഫാണ്. അപ്പോൾ ഞാൻ ഉള്ളി വാടുന്ന സമയം കൊണ്ട് ബീഫിനുള്ള ഉള്ളി അരിയാമെന്ന് വെച്ചു. വെള്ളത്തിലിട്ട് ഉള്ളി അരിഞ്ഞാൽ കണ്ണ് നീറില്ല എന്നുള്ളൊരു വിശ്വാസം. അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് ഇളക്കിയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെയൊക്കെ ഒഴിച്ചൊന്ന് സെറ്റായി. അതൊന്ന് വറ്റി വന്ന നേരത്ത് ഞാനൊരു മുട്ട പൊട്ടിച്ചെല്ലാം ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് വേകുമ്പോഴത്തേക്ക് നമ്മൾ ആ മുട്ട റെഡിയായി. തട്ടിക്കുട്ട് മുട്ടക്കറി റെഡിയായി. അത് നമ്മുടെ അതും പുട്ടും കൂടെ നല്ല ടേസ്റ്റാണ്. തട്ടിക്കുട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാനും തിങ്കളും പുട്ടും പയറും പഴവും എടുത്ത് കഴിച്ചു.